ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്തുള്ള ട്രേഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് കഴിഞ്ഞ ദിവസം ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസിന് തൊട്ടടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോക്സുകളുടെ ലിസ്റ്റ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളും റൈറ്റ് സൈഡിൽ ഹയസ്റ്റ് ഓയിൽ ഫുഡ് സ്ട്രൈക്ക് ലെവൽസിൻ്റെ തൊട്ടടുത്ത് ക്ലോസ് ചെയ്ത സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ ഹയസ്റ്റ് ഓയിൽ കോൾ സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് റെസിസ്റ്റൻസും ഹയസ്റ്റ് ഓയിൽ ഫുഡ് സ്ട്രൈക്ക് ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഇന്ന് ഗ്രാസിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാസിം കഴിഞ്ഞ ദിവസത്തെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2500 കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 2500.85. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാസിമിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഗ്രാസിമിൻ്റെ ചാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു ലെവൽ, അതായത് 2500 ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ഇപ്പോൾ ഗ്രാസിന് സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് വല്ല സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഉണ്ടോ നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസ് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, ആ ലെവൽസാണ് നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ക്യാൻഡിലൂടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെവലും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഈ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. അതല്ല, ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഈ 2500 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടുന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ക്ലോസിലേക്ക് നമ്മൾ ബൈ എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ 2500 തൊട്ട് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഇനി നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസ്ക് റിവാർഡ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫ്യൂച്ചർ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് nicolosnila.com വിസിറ്റ് ചെയ്യാം. ഇവിടെ പൊസിഷനിൽ CNP ഹയസ്റ്റ് ഓയെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സുകളുടെയും ഹയസ്റ്റ് കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസോട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കാനർ ലൈഫ് ടൈം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ nicolosnila.com പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സ്ട്രാറ്റജി വീഡിയോസും അതുപോലെ മറ്റ് സ്കാനേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇന്ന് കൊടുത്തിരുന്നത് നിഫ്റ്റിയുടെ 23,500 കോൾ ഓപ്ഷൻ ലെവലും അതുപോലെ 23,500 പുട്ട് ഓപ്ഷൻ ലെവൽസും ആയിരുന്നു. അപ്പോൾ 23,500 കോൾ ഓപ്ഷൻ ലെവൽസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നല്ല രീതിയിൽ ആ ടച്ച് ചെയ്ത് നല്ല രീതിയിൽ താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോകാൻ ചെയ്തത്. നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നില്ല കോൾ ഓപ്ഷനിൽ. പുട്ട് ഓപ്ഷനിൽ അതുപോലെ തന്നെ വലിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിരുന്നില്ല, ജസ്റ്റ് താഴേക്ക് വരാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും ഒരു എൻട്രി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.